ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരികയാണ്. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് പരിപാടി ചെറിയ അയില ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. നാട്ടിലെ നാടൻ അയിലയാണ്. അപ്പോൾ അത് ഇന്ന് ഫ്രൈ ചെയ്യാനുള്ളൊരു പരിപാടിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അയിലേക്ക് കട്ട് ചെയ്ത് ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഉരച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങാണ് ഞാൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണ്. ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു 4 പീസ് വീതം ഇട്ട് കൊടുത്തിട്ട് ശരിക്കൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ആ ഉളുമ്പ് അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണം കാണും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ ഇതുമാതിരി ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത്, അല്ലെങ്കിൽ നമുക്ക് ഉളുമ്പ് ചോദിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മീനെ ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വരഞ്ഞെടുക്കണം. അപ്പോൾ വരഞ്ഞെടുക്കണതിന് ഉദ്ദേശം വെച്ചാൽ അതിൽ ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ മീനിന് വളരെ തിക്നെസ് കുറവാണ് മാംസത്തിന്. അപ്പോൾ അധികം നമ്മൾ പ്രസ് ചെയ്ത് അത് കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വറുക്കുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒലിവ് ഓയിലിലാണ് വറുക്കണത്. നല്ല അയിലയാണ്. നമുക്ക് സാധാരണ ലുലുന്ന് മാക്സിമം നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടാറ്. ലുലുവിലെ മീനാണ് മാക്സിമം ഉപയോഗിക്കാറ്. പിന്നെ ഇവിടെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഫ്രഷ് മീൻ കിട്ടും. ഇപ്പോൾ നമുക്ക് പോകാനുള്ള സമയമൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അതിന് പോകാറില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പോയി ലേലത്തിന് മീൻ മേടിക്കലാണ് പതിവ്. അപ്പോൾ അത് മീൻ ഞാൻ ഇതേമാതിരി കണ്ട വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല ഒരുക്കണം. അപ്പോൾ അത് മസാല ഞാൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യാം, ഏതൊക്കെ ഐറ്റങ്ങളാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ട് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. വൈഫ് പോയിട്ട് കുറച്ച് അന്ന് മാർക്കറ്റിൽ ചെന്നപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് നാടൻ വരാലുണ്ടായിരുന്നു. അപ്പോൾ വരാലിനെയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ 2-3 പ്രാവശ്യം കറി വെച്ചു. കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ നമ്മളിവിടെ തൊലി ഉരിഞ്ഞാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഇതേമാതിരി ഉപ്പിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ലേശം ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കറി വയ്ക്കാറ്. അപ്പോൾ അത് എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വേറൊരു ദിവസം മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ദിവസം അത് കുക്ക് ചെയ്യണ ദിവസം ഞാൻ വീഡിയോ എടുത്ത് അയക്കാം. അപ്പോൾ മീനിന് ചേർക്കേണ്ട മസാലയ്ക്ക് ആവശ്യമായ കൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 6 7-8 വെളുത്തുള്ളി മീഡിയം സൈസ്, പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, ഒരു 10-20 പച്ചമുളക്. എത്രയും പച്ചമുളക് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ലേശം കറിവേപ്പില, കുരുമുളക്, ഉപ്പ് ഞാൻ ഇവിടെ റോസ് ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ട് അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ലേശം ഓയിൽ കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അടുത്ത പ്രോസസ്സിങ്ങിലേക്ക് കിടക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക്
ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻസൊക്കെ തരണം. കൂടാതെ ചാനൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പറഞ്ഞ ഒരു അരപ്പ് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് മീനിൽ മിക്സ് ചെയ്യാം. അപ്പോൾ മീനിൽ ഞാൻ മസാല ചേർത്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വറുക്കാമെന്ന് എഴുതിയിട്ടാണ്. ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് വയ്ക്കണുള്ളൂ. അപ്പോൾ പതിവ് പോലെ ഒരു സൈഡിലെ അരിയും ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഞാൻ അരി മാറ്റിയിട്ടുണ്ട്. അരി പഴയ അരി നമ്മൾ ഡബിൾ ഓട്സിൻ്റെ ലോങ് ഗ്രെയിൻ ആയിരുന്നു ബോയിൽഡ്. ഇത്തവണ മാറ്റി മേടിച്ചു. ഇത് ലുലുവിൻ്റെ തന്നെ ലോങ് ഗ്രെയിൻ റൈസാണ്, ബോയിൽഡ് റൈസ്. ലേശം ടൈം കൂടുതലാണ് വേവാനായിട്ട്. എങ്കിൽ തന്നെ ചോറ് നല്ല ചോറാണ്, കുഴപ്പമില്ല. അതുകൊണ്ട് വിശ്വസിച്ച് എല്ലാവർക്കും മേടിക്കാം. പിന്നെ അരിയാണ്, അരി എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ വേവ് രീതികളിലും വ്യത്യാസപ്പെടാം. കാരണം അതിൻ്റെ ഉണക്കും മൂപ്പും ഒക്കെ നോക്കിയിട്ട് വേണം അരി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പാക്കറ്റിൽ വരുന്നതുകൊണ്ട് നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ തവണ മേടിച്ചിരിക്കുന്ന അരി നല്ല അരിയാണ്, നല്ല ചോറാണ് കിട്ടുന്നത്. അപ്പോൾ മീൻ ഞാൻ വറുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. വറചട്ടിയിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മീൻ വറുക്കാൻ ആവശ്യമായ ഒലിവ് ഓയിൽ, നമുക്ക് ഓയിൽ അധികം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. ഇത്ര ഓയിൽ കൊണ്ട് നമുക്ക് ആ മീൻ വറുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഞാനിവിടെ അധികം മീൻ മുങ്ങി കിടന്ന് വേവാവുന്ന രീതിയിലല്ല ഓയിൽ ഒഴിക്കുന്നത്. നമ്മൾ അധികം ഓയിൽ അത്ര യൂസ് ചെയ്യാറില്ല, ഒലിവ് ഓയിലായാലും മറ്റുള്ള ഓയിലുകൾ എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ശരിക്കും ചൂടായതിന് ശേഷം മീൻ ഇടണം. അപ്പോൾ കഴിഞ്ഞ ദിവസം 2 നാൾ മുന്നേ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇത് കാണുമ്പോഴെല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ ഈ ബോട്ടിൽ വേറൊരു ഗ്ലാസിൻ്റെ ആയിരുന്നു, അത് പൊട്ടിപ്പോയി. അത് മാറ്റാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. അപ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലാക്കിയേക്കാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇന്നലെ ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതേമാതിരത്തെ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെയാണ്, ഗ്ലാസ് ടൈപ്പാണ്. പിന്നെ ഇതിപ്പോൾ മണി പ്ലാന്റ് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ അത് മാറ്റി നടാനായിട്ട് ഒരു ചെടിച്ചട്ടി 2 മേടിച്ചിട്ടുണ്ട്. നിസ്സാര വിലയേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ഇന്നലെ ഇപ്പോൾ ഇതുകൂടി മേടിച്ചിട്ടുണ്ട്, ചൈനീസ് ബാമ്പു. അപ്പോൾ ഇതും വെള്ളത്തിലാണ്. ഇത് കല്ലിട്ടിട്ട് വെള്ളമൊഴിച്ച് അതിനകത്ത് കല്ലിട്ടേക്കാണ്. വെള്ളത്തിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഇതിനൊക്കെ എന്തോ ഒരു സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കറിയത്തില്ല. എല്ലാവരും മേടിക്കുന്നു, അപ്പോൾ നമ്മളും മേടിച്ചത്രേ ഉള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞ കാലം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ആവി വരുന്നു. ഇനിയിപ്പോൾ തീ ഒന്ന് നമുക്ക് ജസ്റ്റ് കുറച്ച് കൊടുക്കാം. തീ ജസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് വേണം അത് മീനിടാനായിട്ട്. അപ്പോൾ മീൻ ചട്ടിയിലേക്ക് ഇട്ടു, തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ മാക്സിമം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം കരിഞ്ഞു പോകാതെ അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ വേവ് പാകത്തിന് നോക്കി എടുത്തു വയ്ക്കണം. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി വീഡിയോസ് കൊണ്ട് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ചോറ് റെഡി. ഞാനത് ചെറിയൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഭദ്രമായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ മീൻ 1 സൈഡ് വേവായിട്ടുണ്ട്. അപ്പോൾ 1 സൈഡ് ഞാൻ മറിച്ചിട്ട് വെക്കുവാണ്. അപ്പോൾ ഒരു സൈഡ് കൂടെ ആയിക്കഴിഞ്ഞാൽ മീൻ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മീൻ എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.